ശ്രീരാമേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്ത നമുക്കേറെ പ്രിയങ്കരനായ കുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KS രാധാകൃഷ്ണൻ, വേദിയിലെയും സദസ്സിലെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ആദ്യ ഗാനം ആലപിച്ച അർജന, രണ്ടാമത്തെ ഗാനം ആലപിച്ച ടീച്ചർ, എനിക്ക് ഒരുപാട് പരിചയമുള്ള പ്രിയപ്പെട്ട കുടുംബ സുഹൃത്ത് രവിച്ചേട്ടൻ, എൻ്റെ വീടിൻ്റെ എല്ലാ തരത്തിലുമുള്ള ശില്പവേലകൾ ഒരു 1.5 പതിറ്റാണ്ട് മുമ്പേ ചെയ്ത് എൻ്റെ വീട് മനോഹരമാക്കിയ ശ്രീമാധു, നമ്മുടെ നാടിൻ്റെ അനുഗ്രഹീത കവി സുഹൃത്തുക്കൾ ശ്രീ സത്യമുണ്ടപ്പള്ളി, കലാമി ചേച്ചി, പേരെടുത്ത് പറയാൻ പറ്റിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പേര് അറിയാൻ പാടില്ലെങ്കിലും എല്ലാ ബഹുമാനത്തോടെയും അവരുടെ പേരുകൾ പറഞ്ഞു എന്ന് കരുതി എൻ്റെ അഭിവാദ്യം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലളിതകല ഗായകരുടെ കൂടി സംഘടനയാണിതെന്ന് ഞാൻ ആദ്യം അറിഞ്ഞിരുന്നില്ല. പ്രിയപ്പെട്ട ശ്രീരാമേന്ദ്രൻ ചേട്ടൻ പറഞ്ഞപ്പോൾ എന്തിനും തയ്യാറായിരിക്കുന്ന ലളിതഗാന ഗായകരുടെ സംഘടനയാണിത്, ഞങ്ങൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം ഇച്ചിരി മുമ്പ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യത്തിൽ അവർ തയ്യാറാകില്ല. ആരെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല എന്ന് പറയുന്ന അവസാനത്തെ ഒരു വാക്കിന് വേണ്ടിയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. കലാകാരന്മാർക്ക് അങ്ങനെ ഒരാളെ തല്ലാനാവില്ല. മറ്റൊരാളെ കുറിച്ച് ചില വസ്തുതാപരമായ കാര്യം പറയുമ്പോഴും അയാൾക്ക് നൊന്നിട്ടുണ്ടെങ്കിൽ ആ രാത്രി ഉറങ്ങില്ല. ഞാനൊക്കെ ചില ഇൻ്റർവ്യൂവിൽ ചില വ്യക്തികളെ പേരെടുത്ത് തന്നെ പറയേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ തന്നെയാണ്. പക്ഷെ ആ രാത്രി എനിക്ക് ഉറക്കം വന്നിട്ടില്ല. അദ്ദേഹം തിരിച്ചിങ്ങോട്ട് എനിക്കെതിരെ അഭിമുഖത്തിൽ പറയുമ്പോഴും ഞാൻ അദ്ദേഹത്തിന് ആദ്യമുണ്ടായ നൊമ്പരം ഞാനും അനുഭവിക്കണമെന്ന് ഓർത്തിട്ട്, പക്ഷെ വസ്തുതയായിരിക്കും പലപ്പോഴും. വസ്തുതയെക്കുറിച്ച് പറയുമ്പോഴും ഒരു അവരോന്മുഖ ദർശനം ഉണ്ടാക്കാനാണ് നമ്മൾ സംഘടന ഉണ്ടാക്കുന്നത്. നമ്മളെക്കുറിച്ചല്ല സംഘടനയുടെ ചിന്ത. ഗാനങ്ങൾ ആലപിക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും ശാസ്ത്രീയ സംഗീതത്തിൽ വലിയ അടിത്തറയൊന്നും ഇല്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞു. പക്ഷെ അത്തരം ആഴമുള്ള അറിവിനേക്കാൾ അഴകുള്ള ഒരു തലമാണ് കലാകാരന് ആവശ്യം. ആഴക്കടൽ അനങ്ങില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് തിര ഉണ്ടാവുന്നത്. തിര ഉണ്ടാവണം, ബഹളം ഉണ്ടാവുക. ഈ ചില്ലറ എപ്പോഴും ഇവിടെ വെച്ചെടുക്കുന്നത് പോലെ വെച്ചെടുക്കുന്നില്ല. ഒരു തിര ഉണ്ടാവണം, എന്നാലേ അടയാളപ്പെടാനുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ പണ്ഡിതരായ ആൾക്കാരല്ല കലാകാരന്മാരായി നമ്മുടെ നാട്ടിൽ വലിയ ആൾക്കാരായിരിക്കുന്നത്. ശമാങ്കുടി ഇത്ര വലിയ ആളാണെങ്കിൽ ഒരു ട്യൂൺ ഉണ്ടാക്കാൻ ദേവരായ മാഷ് വേണം. ക്രിയേറ്റീവ് ആയ ചില ആൾക്കാർ ഉണ്ടാകുമ്പോഴാണ് അവിടെയാണ് ഗായകനൊരു മനോധർമ്മത്തിലേക്ക് എത്തുന്നത്. പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് കച്ചേരിയിൽ നിൽക്കുമ്പോൾ ഗുരു കൈവിടുന്ന സ്ഥലമാണ് മനോധർമ്മം. ഇവിടെ നാഷണൽ ഹൈവേ കൂടെ വണ്ടി ഓടിച്ചിട്ട് പോകും. കഴിഞ്ഞ് ആശാന ഇറങ്ങിക്കളയും. ആശാന ഇറങ്ങുമ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് വരും. ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മുടെ കഥ കഴിഞ്ഞു. ആ സമയത്ത് ആ ഫാസ്റ്റ് വരുമ്പോൾ നമ്മൾ അറിയാതെ ഒരു 3 സംഭവങ്ങളാണ് മുമ്പിലുള്ളത്. അപ്പം ഞാൻ ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഈ 3-നും 3 കളർ അടിച്ചിരുന്നെങ്കിൽ റെഡ് ബ്രേക്കാണെന്ന് ഓർത്ത് ചവിട്ടാമായിരുന്നല്ലോ എന്ന് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ ഓർത്തിട്ടുണ്ട്. പക്ഷേ വണ്ടി അവിടെ വന്നപ്പോൾ നമ്മൾ ചവിട്ടിയത് ബ്രേക്ക് ഓർത്തിട്ടൊന്നുമില്ല, നമ്മുടെ ആയുസിൻ്റെ ബലം കൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ആദ്യത്തെ ബ്രേക്ക് നമ്മൾ ചവിട്ടിയത്, അല്ലാതെ ബ്രേക്ക് പഠിച്ചിട്ടൊന്നുമല്ല. പക്ഷെ ഇപ്പം നമ്മൾ ബ്രേക്കിനെ കുറിച്ച് മറന്ന് ചവിട്ടുന്നതിൻ്റെ പേരാണ് സംസ്കാരം. അതൊരു സംഗീത സംസ്കാരമാകും, പൊതുപ്രവർത്തന സംസ്കാരമുണ്ട്. രാവിലെ ഇറങ്ങാൻ നേരത്ത് കുറച്ചാളെ സഹായിക്കാമെന്ന് പറഞ്ഞല്ലല്ലോ ഇറങ്ങുന്നത്. ഇങ്ങനെ ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാനാവില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാനാവില്ല, എനിക്കിങ്ങനെ എഴുതിയില്ലെങ്കിൽ ജീവിക്കാനാവില്ല. ഞാൻ പല ജോലികളിലുമൊക്കെ കൊച്ചിലെ ഒരു 10-22 വയസ്സുവരെയൊക്കെ വ്യാപൃതനായപ്പോൾ എനിക്ക് പിടികിട്ടിയ സംഭവമാണ്. ഇങ്ങനെ ഒരാൾക്ക് പിടികിട്ടുന്നതിൻ്റെ പേരാണ് കല. ധ്യാനത്തിന് ഒരു നിർവചനമുണ്ട്. ഒരാൾ മിഴിപൂട്ടിയിരുന്ന് അയാളുടെ ഇടം കണ്ടെത്തുന്നതിൻ്റെ പേരാണ് ധ്യാനം. നമ്മളവർക്ക് ഒരാളുടെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഒന്നുമല്ല. ഒരാൾ മിഴിപൂട്ടിയിരുന്ന് അയാളുടെ ഇടം കണ്ടെത്തുന്നതിൻ്റെ പേരാണ് ധ്യാനം. ഒരു കാര്യം തന്നെ 3 പേരാണ് കാണുന്നത്. 3 വികാരവുമായിട്ടല്ലേ 3 പേര് 3 വീട്ടിലേക്ക് പോകുന്നത്, അല്ലേ? കാര്യം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകനായ നമ്മുടെ ഉദ്ഘാടകൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കാണുന്ന അതേ രീതിയിലല്ല ഞാൻ കാണുന്നത്. എനിക്ക് കരച്ചിൽ വരും. ഒരു അല്പം രക്തം കണ്ടാൽ ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ ബോധക്കേടുണ്ടാവും.
അദ്ദേഹം നിരന്തരമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടതുകൊണ്ട് ചിലപ്പോൾ ഒരു മനോവീര്യമുള്ള ആളായിരിക്കാം. അപ്പോൾ 3 കാര്യം 3 തരത്തിലാണ്. വേറൊരാളാണെങ്കിൽ വേറെ രീതിയിൽ ആക്രോശത്തോടെ ഇടപെടും. മിണ്ടാതിരിക്കാൻ പ്ലീസ്, എല്ലാവരും ഒന്ന് കേൾക്കണേ പ്ലീസ്, ശബ്ദിക്കരുത്. ആകപ്പാടെ ഇവിടെ ശബ്ദം മാത്രമേ ഉള്ളൂ, പ്രസംഗമാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ ശ്രുതിയോടെ കേൾക്കുന്നു. പാട്ടാണെങ്കിൽ ഇടയ്ക്കൊക്കെ പുറത്തേക്കൊക്കെ പോകാം. നമ്മൾ പറയുകയാണ്, ഇതൊരു ആശയ സംവേദനമാണ്. ഒരാൾ മാത്രം തട്ടിക്കയറുകയാണ്, മറ്റൊരാൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത് അതിനിടയ്ക്ക് പല അഭിപ്രായത്തിൽ. അപ്പോൾ ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ വലിയ പാട്ടുകാരല്ലെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ വേദി വെച്ച് ഓർത്തത് ശ്രീ NG ശ്രീകുമാറിനെ കുറിച്ചാണ്. അദ്ദേഹം ഞാനുമായിട്ട് എത്രയോ പാട്ടുകൾ, അദ്ദേഹം 12-13 സിനിമ സംഗീതം ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം സംഗീതം ചെയ്തിട്ടുണ്ട് പല പേരിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ റെക്കോർഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും പറയാൻ ശരിയല്ല, അതുകൊണ്ട് ചിലപ്പം വലിയ പ്രശ്നമാകുന്നുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ NG രാധാകൃഷ്ണൻ സാറിൻ്റെ പേരിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശലഭം വഴിമാറും, അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ല വന്നത്. അപ്പോൾ ഇതൊന്നും ഒരു വിവാദമാണെന്ന് ഓർത്തിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ 10-12ഓളം സിനിമകൾ അദ്ദേഹം സംഗീതം ചെയ്തിട്ട് അതിൽ 10 പേരിനെ കൊണ്ടാണ് അദ്ദേഹം പാട്ടെഴുതിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു 10-200ഓളം അയ്യപ്പ ഗാനങ്ങളുണ്ട്, സിനിമാ പാട്ടിനേക്കാൾ ഹിറ്റായ പാട്ടുകൾ. അപ്പോൾ അതിൽ ഏകദേശം 80% എന്നെ കൊണ്ടാണ് എഴുതിച്ചത്. അപ്പോൾ പറയാൻ കാര്യം, സംഗീതം ചെയ്യുന്ന നേരത്ത് അപ്പം തോന്നുന്ന പോലെ ഒരു മൂളി വേണം അദ്ദേഹം. അപ്പോൾ ആരും റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ട്യൂൺ ഇട്ടത് ഞാൻ ലാസ്റ്റ് അപ്പോൾ കേൾപ്പിക്കാൻ വേണമെങ്കിൽ തോന്നും പോലെയാണ്. അടുത്ത എന്താ വരിക ചേട്ടാ? അത് പിന്നെ എന്ത് ചെയ്യും? അപ്പം തോന്നുമോ? ഈ പാട്ടൊക്കെയാണ് സാമവേദം നാവൽ നടത്തിയ സ്വാമിയൊക്കെ. അതൊക്കെ ഹാർമോണിയം ഇരുന്നിട്ട് ഷഡ്ജം പിടിക്കുന്ന ഒരു ഷഡ്ജവും ഇല്ല, മനസ്സിലായില്ല. ആ പേരിയിൽ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് വളഞ്ഞ് ഒരു വളവും ഇല്ല. നല്ല ജ്ഞാനിയായ ഒരുത്തന് ഹാർമോണിയത്തിൽ പോലും തൊടണ്ട കേട്ടോ. നല്ല ജ്ഞാനിയായ ഒരുത്തന് ഹാർമോണിയത്തിൽ പോലും തൊടണ്ട. അതിൻ്റെ ഉദാഹരണം ഒരു 130ഓളം പാട്ടുകൾക്ക് ഞാൻ അടുത്തിരുന്നിട്ടുണ്ട്. ജയവിജയുടെ, സാക്ഷാൽ ജയവിജയന്മാർ, വിജയമാഷ് ഹാർമോണിയത്തിൽ തൊട്ടിട്ടില്ല. ഒരു മുറിയിലിരിക്കുകയാണ് നമ്മുടെ BTH. രാവിലെ 4 പാട്ട്, ഉച്ചയ്ക്ക് 4 പാട്ട്, 8 പാട്ട് അല്ലെങ്കിൽ 10 പാട്ട് ഒരു കാസറ്റ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഹാർമോണിയത്തിൽ തൊട്ടില്ല. ദക്ഷിണാമൂർത്തിസ്വാമിയെ നേരിട്ട് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഒരു ഗതിയില്ലാത്തവനെ ഹാർമോണിയത്തിൽ തൊടാവുള്ളൂ, തൊണ്ടയിലൂടെ തന്നെ സ്വരം കണ്ടെത്തണമെന്നാണ്. അതായത് ഇത് ഏറ്റവും വലിയ സ്വരം കണ്ടെത്താനുള്ള ഒരു ഏർപ്പാടാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ എനിക്കതിനുള്ള ശക്തിയില്ല. കാര്യം എനിക്ക് ഒരു പാട്ടിൽ മനോഹരമായി പാടാനുള്ള സ്വരശുദ്ധിയൊന്നുമില്ല. എത്രയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും എൻ്റെ പാട്ട് പോലും ഒന്ന് മനോഹരമായി പാടി ഒപ്പിക്കാൻ ഈ ജന്മത്തിന് എനിക്ക് കഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള കഴിവ് എനിക്ക് തന്നിട്ടില്ല. ഇത്രേ ഉള്ളൂ. നമ്മൾ ആ സമയത്ത് പിൻവാങ്ങുകയാണ്. നമ്മൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ, ഇതല്ലല്ലോ ട്യൂൺ. പക്ഷെ എനിക്കിങ്ങനെ പാടാൻ അറിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഗാനങ്ങളൊക്കെ പാടിക്കഴിഞ്ഞാൽ പോവും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പിൻവാങ്ങുകയാണ്. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദന മാമഴയിൽ എന്തിനു വെറുതെ നനയുവതിന്നി തങ്കനില. പാട്ട് മനസ്സിലായി, പക്ഷെ ഇതല്ല ട്യൂൺ. ആള് മ്യൂസിക് ഡയറക്ടർ കണ്ടു കഴിഞ്ഞാൽ പറയും ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത്. ഇത് പ്രിയതമേ ശകുന്തളേ ഇങ്ങനല്ലല്ലോ ദാസാറ് പാടിയത്. അപ്പോൾ നമ്മുടെ പാട്ട് ഇങ്ങനെ അവതരിപ്പിക്കാനുണ്ടാവേ ഇതൊന്ന് പാടി നിങ്ങളെ ഫലിപ്പിക്കാനുള്ള ഒരാളുടെ കഴിവിനെ നമസ്കരിക്കുക. അതാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയുടെ മകൻ പാട്ട് ഗായനാവാത്തത്. മുതലാളിയൊക്കെ വലിയതായിരിക്കും, മകനെ ചിത്രകാരനാകാനൊക്കില്ല, വരച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് വരയ്ക്കാനും നോക്കൂല മുതലാളിയുടെ മകന്. കാര്യം എന്താ? പൈസക്കാരൻ്റെ മകനെ വേറെ രീതിയിലൊക്കെ നമുക്ക് ഒപ്പിച്ചൊക്കെ എടുക്കാം, നടനായിട്ടോ മേക്കപ്പ് ഇട്ട് ശബ്ദം കണ്ടോ കൊടുത്തോളൂ, ഡബിങ്ങിന് പാട്ടെഴുത്തോ. പക്ഷെ പാട്ടെഴുത്തും ഇതൊരു മുറിക്കകത്ത് കയറിയിട്ട് എഴുതുന്ന സംഭവമാണ്. ഒരു മുറിക്കകത്തേക്ക് കയറിയിട്ട് സിറ്റുവേഷൻ പറയുകയാണ് ആ സമയത്ത്. ഇന്നതൊക്കെയാണ് കാര്യം, ഇന്നതാണ് കാര്യം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എഴുതാതിരിക്കുന്ന നേരത്താണ് നമുക്കൊരു ട്യൂൺ കിട്ടുന്നത്. ഒരു ട്യൂൺ തരികയാണ്. ഇപ്പോൾ മരുഭൂമിയിലെ മാധവൻ നായരുടെ ധർമ്മസങ്കടത്തെക്കുറിച്ചാണ് പാട്ട് എന്ന് പ്രേം സാർ നമ്മളോട് പറയുകയാണ്, പ്രിയദർശൻ സാർ. മരുഭൂമിയിലെ മാധവൻ നായരുടെ ധർമ്മസങ്കടം. അയാൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെ വെച്ചാണ് സിറ്റുവേഷൻ? ദുബായിലാണ്. സിറ്റുവേഷനൊക്കെ ചോദിക്കണം. ഗാനരചയിതാക്കൾ ജാതിയാണ് ആദ്യം ചോദിക്കേണ്ടത്. ജാതി ചോദിക്കരുതെന്ന്
ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ജാതി ചോദിക്കുന്ന ഏകവർഗത്തിന്റെ പേരാണ് ഗാനഗീതം. കാര്യം സുഹറയ്ക്ക് വേണ്ടി പിന്നെ തുളസിക്കതിരിന്റെ നൈർമല്യം എന്ന് എഴുതേണ്ട കാര്യമില്ലല്ലോ. സുഹറയ്ക്ക് വേണ്ടി ഒരു അന്തർജനത്തിന് വേണ്ടി അത് എഴുതണം. അപ്പൊ ജാതി ഏതാണ്? ഈ പെണ്ണിന്റെ ജാതി ഏതാണെന്ന് ചോദിക്കുന്ന ഗതികേടിലാണ് ഞങ്ങൾ. ജാതി ചോദിക്കും ഞങ്ങൾ. കാര്യം എന്താ? ജാതി ഒരു കൾച്ചറാണ്. അസർമുല്ല പൂവിനെ കുറിച്ച് എഴുതണമെങ്കിൽ സുഹറയ്ക്ക് അത് തീരും. മനസ്സിലായില്ലേ? മൈലാഞ്ചി മൊഞ്ചുള്ള പെണ്ണെ എന്നൊന്നും ഒരു അന്തർജനത്തിനെ കുറിച്ച് എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ കേട്ടതിന് ശേഷം ഞങ്ങളെയൊക്കെ ഒരു ഗതികേടാണ്. ഒരു ട്യൂൺ ഇടും. ഈ ട്യൂൺ നേരത്തെ ഫിക്സ് ആക്കി വെച്ചിരിക്കും. ഒരു മുറിയിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ്. നമ്മൾ ആരാധിച്ചിരുന്നവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരു വലിയ പ്രഷറാണത്. ഒരുപക്ഷെ എൻ്റെ കൗമാരവും എൻ്റെ ബാല്യവും ഒക്കെ ഒരുപക്ഷെ ഒന്ന് കാണാൻ കുതിച്ചവരുടെ മുമ്പിൽ ആ പാട്ടെഴുത്തിന് വേണ്ടി ഇരിക്കേണ്ടി വരും. എന്നിട്ട് ആ ട്യൂണിനൊപ്പിച്ച് നമ്മൾ പല 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 പദങ്ങൾ ആലോചിക്കും. ഒത്തിരി പദങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ മാധവൻ നായരുടെ ധർമ്മസങ്കടങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള കേവലമായ പ്രസംഗത്തിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും പാട്ടിൽ ഒതുക്കാനാവില്ല. നന്നന നന്നന പിച്ചകപ്പൂവുകളെ എന്നെഴുതാം, പല രീതിയിൽ എഴുതാം. അവിടെയാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ ഭക്തി, ഗുരുഭക്തിയൊക്കെ വരുന്നത്. ആ സമയത്ത് അത്തങ്കപ്പള്ളിയിൽ 3 മെഴുകുതിരി നമ്മൾ ദൈവമേ ശരിയായിട്ടില്ലല്ലോ, എഴുതിയിട്ട് ശരിയാകുന്നില്ല. ചേർത്തലയിൽ തടി വഴിപാട് തരും, കുറവൂര് വെടി വഴിപാട് തരും. ഇതെല്ലാം നേർന്നിട്ടാണ് നമ്മൾ എഴുതി വയ്ക്കുന്നത്. ചെമ്പകവല്ലികളിൽ തുളുമ്പിയ ചന്ദനമാമഴയിൽ എന്തിനു വെറുതെ നനയുവതെന്നേ തങ്കനിലാവഴകിൽ. ഇത് മരുഭൂമിയിലെ മാധവൻ നായരുടെ ധർമ്മസങ്കടമാണെന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. എനിക്ക് പിടികിട്ടാത്ത സാധനം കൊണ്ടാണ് നമ്മൾ സംവിധാനം നോക്കിയിട്ട് സൂപ്പർ, ഇത് മതിക്കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന 3 സംഭവങ്ങളുണ്ട്. അതൊക്കെ അറിയാം. അത്തങ്കൽപ്പള്ളിയിലെ മെഴുകുതിരി, തുറവൂരെ വെടി വഴിപാട്, ചേർത്തലയിലെ തടി വഴിപാട്. കാര്യം എന്താ? പാട്ട് ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ ഗമയാണ്. പിന്നെ പറയും ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് എഴുതിയാണ്. എൻ്റെ അച്ഛനാണെങ്കിൽ 1/2 മിനിറ്റ്, അപ്പൂപ്പനാണെങ്കിൽ 1/4 മിനിറ്റ്. ഇന്റർവ്യൂ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ഗുരുഭക്തിയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സംഭവമാണ് ആലാപനം. കാര്യം എന്താ? അതൊരു ലൈഫ് പോലെയാണ്, ഒരു ജീവിതം പോലെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത് വരെ ആരും കൈ പിടിക്കാനുണ്ടാവില്ല. വെള്ളി വീണ പണി തീർന്നു. പല്ലവി മറന്നാൽ, അനുപല്ലവിയിലെ ഒരു വരി മറന്നാൽ. അതാണ് ഭാവഗായകൻ ജയേട്ടൻ നിന്റെ നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിഞ്ഞോട്ടെ എന്ന് കുറിച്ച് പാടി. നിന്റെ നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂടി ചൂടിച്ചോട്ടെ എന്നാണ് ചരണത്തിലെ വരിയ. പുള്ളി അന്ന് തൊട്ട് പുള്ളി പേടിയായിപ്പോയി. ഭാവഗായകൻ ജയേന്ദ്രൻ അന്ന് അത് പിന്നെ ഒരു ചെറിയ ബുക്ക് നോക്കിയാണ് പാടുന്നത്. നിങ്ങൾ കണ്ടു കാണും. കാര്യം എന്താ? നിന്റെ നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിഞ്ഞോട്ടെ. എന്താ അർത്ഥം? അപ്പോൾ ജയേട്ടൻ ലോകത്തുള്ള എല്ലാ ഗായകരെയും കുറിച്ച് എല്ലാവരുടെ പാട്ടും അറിയാം അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാട്ടിന് കൺഫ്യൂഷൻ ഉണ്ടാകും അദ്ദേഹത്തിന്. അപ്പോൾ ജയേട്ടനെ കുറിച്ച് ഞാൻ ബാംഗ്ലൂരിൽ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, എന്നെക്കുറിച്ച് ഞാൻ തെറ്റിപ്പോയാലും മറ്റൊരാളെക്കുറിച്ച് എനിക്ക് തെറ്റരുത് എന്നുള്ളത് കൊണ്ടാണ്. അല്ലേ? എന്നെക്കുറിച്ച് എനിക്ക് തെറ്റിപ്പോകും, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബുക്കൊക്കെ. പക്ഷെ മറ്റൊരാളെക്കുറിച്ച് എനിക്ക് തെറ്റില്ല, എനിക്ക് ബുക്കൊന്നും വേണ്ട. അതാണ് ഗാനഗന്ധർവൻ യേശുദാസിനെ കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനാകുന്നത്. ഒരു വാക്കുപോലും മോശമായി പറയാത്തത്, അല്ലാത്ത ഭക്തിയോടെ ഇടപെടുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഗായകർക്കാണ് ഏറ്റവും കൂടുതൽ അഹങ്കാരം. നമുക്കറിയാം. ഞാനത് വളരെയേറെ ശക്തിയുക്തം അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് ഗായകരോട്. ജോൺസൺ മാഷിൻ്റെ പാട്ട്, അങ്ങനെ ഒരു പാട്ടുണ്ടോ? ജോൺസൺ മാഷിൻ്റെ പാട്ട്, ദേവരായൻ മാഷിൻ്റെ പാട്ട്, ഞങ്ങൾ പിന്നെ ഒരു മുറിയിലിരുന്ന് കൊണ്ടാടിയത് ഞങ്ങളല്ലേ? ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ആദ്യം കൊണ്ടാടുകയാണ് ഈ പാട്ട്. സന്യാസിനി എന്നൊരു വാക്ക് അവിടെ ഫിറ്റ് ചെയ്തപ്പോഴാണ് സംഗീതം എന്ന് പറയുന്നത്, എൻ്റെ അഭിപ്രായമാണ്, സംഗീതം എന്ന് പറയുന്നത് ശരീരമില്ലാത്തൊരു സ്ത്രീയുടെ പേരാണ്. ശരീരമില്ലാത്തൊരു സുന്ദരിയെ കുറിച്ച് ആലോചിച്ച് നോക്കി. എന്ത് സുന്ദരി? ശരീരമില്ല, അതിസുന്ദരിയാണെന്ന്. അതെന്ത് സുന്ദരി? ശരീരമില്ലാത്ത സുന്ദരിക്ക് ശരീരം കൊണ്ട് അതി കൊടുക്കുന്നതിൻ്റെ പേരാണ് ഗാന്ധിതാണ്. സന്യാസിനി എന്ന പദം ഉപയോഗിക്കാതെ ആ പാട്ടിനെ എങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരും എനിക്ക്? അതിന് പേരിട്ട് കൊടുക്കുകയാണ് ഗാന്ധിതാണ്. ഒരു മുറിയിലിരുന്ന് അത് കൊണ്ടാടുകയാണ് അയാൾ. ഒരു മുറിയിലിരുന്ന് ഇങ്ങനെ തേങ്ങിക്കൊണ്ട് കൊണ്ടാടുകയാണ്. ഒരു കവിത എഴുതുന്ന ഒരാൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ.
കവിത എഴുതുന്ന ആൾക്ക് 2-3 വിരഹഗാനം എഴുതിയാൽ മതി. 3ാമത്തെ വിരഹഗാനം എഴുതിയ നാട്ടുകാർ തന്നെ പിടിക്കും. ഇവർക്ക് ദിവസവും വിരഹം മാത്രമല്ല, ഒരു 5-6 പ്രണയഗാനം. പ്രാണസഖി നീ എന്നെ അറിയുമോ, 2-3 പ്രാവശ്യം എഴുതിയതാണ്. ഇനിയും പ്രാണസഖി, തനിക്ക് എന്താണ് പ്രശ്നം? ഒരു പെണ്ണങ്ങാനും കവിത എഴുതിയാൽ എൻ്റെ പ്രാണനാഥ. ഭർത്താവ് ചോദിക്കും, പിന്നെ ഞാനാ? പിന്നെ ഞാനാരാണ്? അല്ല, ഞാനിത് സങ്കല്പത്തിൽ എഴുതിയതാണ്. ഒരു കവിക്ക് ചിലപ്പോൾ ഒരു പ്രണയഗാനം എഴുതിയാൽ മതി. പക്ഷേ ഒരു ഗാനരചയിതാവിന് എത്ര പ്രണയഗാനം എഴുതണം? 450 500 പ്രണയഗാനം എഴുതിയിട്ടും ഇനിയും എഴുതാൻ എൻ്റെ കയ്യിൽ 10,000 പ്രണയഗാനങ്ങളുടെ കൽപ്പനകളുണ്ടെന്ന് പറഞ്ഞ മഹാഗാനരചയിതാക്കളുടെ നാടാണിത്. പാലൂരിൻ്റെ ഒരു കവിതയുണ്ട്, പഴയതാണ് ആകാശം, പഴയതാണ് ഭൂമി, പഴയതാണ് വായു, പഴയതാണ് ജലം, പുതിയതായി ഒന്നുമില്ല. കേട്ടോ, കലാകാരന്മാരോടാ പറയുന്നത്, പുതിയതായിട്ട് ഒന്നുമില്ല. നിങ്ങളിനി പുതുമയൊക്കെ ഉണ്ടാക്കാൻ നടക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരൊന്നും ഉണ്ടാക്കാൻ ഒക്കില്ല. എങ്ങനെയാണ്? പഴയതാണ് ആകാശം, പഴയതാണ് ഭൂമി, പഴയതാണ് വായു, പഴയതാണ് ജലം, പുതിയതായി ഒന്നുമില്ല. പിന്നെ എന്ത് പറ്റും? പുതുമ എന്നാൽ മാറ്റിപ്പറയല. എന്താണ് പുതുമ എന്ന് പറയുന്നത്? മാറ്റിപ്പറയലാണ്. എങ്ങനെ നിങ്ങൾ മാറ്റിപ്പറയും? അടുത്ത കൺഫ്യൂഷൻ ആയിപ്പോയി. മുമ്പിലിരിക്കുന്ന കലാകാരന്മാരുടെ ഒരു വലിയ ചോദ്യം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാനെങ്ങനെ മാറ്റിപ്പറയും? ONV പോലെ ആകാതിരുന്നാൽ മതി. ഞാൻ ONV പോലെ ആകാൻ ഞാൻ ചേർത്തലയിൽ നിന്നും ചവറയിലേക്ക് യാത്ര തുടർന്നാൽ ദേശസ്ഥലപ്പുറത്തെത്തുമ്പോൾ ചത്തുപോകും ഞാൻ. അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ചേർത്തലയിൽ തന്നെ, എൻ്റെ കടക്കരപ്പള്ളി എന്ന കുഗ്രാമത്തിൽ തന്നെ ഞാനായി നിൽക്കുമ്പോൾ മാറ്റിപ്പറയലുണ്ടാവും. കാര്യം എന്താ? ഈ ലോകത്ത് ഞാനെന്ന കേവല വ്യക്തിക്ക് പകരം പകരക്കാരനുണ്ടാവില്ല. ഞാനായി തന്നെ നിങ്ങളോട് സംവദിച്ചാൽ ഒരു പുതുമ നിങ്ങൾക്ക് അനുഭവപ്പെടും. ആദ്യം നിങ്ങൾ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് MG ശ്രീകുമാർ എന്ന ഗായകൻ 3-4 തലമുറകൾ നമ്മൾ പല രീതിയിൽ പറഞ്ഞൊതുക്കാൻ ശ്രമിച്ചിട്ടും യേശുദാസനും ജയചന്ദ്രനും ശേഷം ഇങ്ങനെ ഒരു അനശ്വര ഗായകന്റെ അടയാളപ്പെടൽ നടന്നിട്ടില്ല എന്ന് നമുക്കിവിടെ ഒപ്പിട്ട് ഈ സായന്തനത്തിൽ പറയാൻ കഴിയുന്നത് അദ്ദേഹത്തിന് മാറ്റി പറയാൻ കഴിയുന്നതാണ്. അദ്ദേഹം മാറ്റി പറഞ്ഞതല്ല, അദ്ദേഹമായി പാടി. അപ്പോൾ നമുക്ക് ഒരു വലിയ സ്കെയിൽ വെച്ച് അദ്ദേഹത്തെ കളിയാക്കാൻ തോന്നി. ആ വലിയ സ്കെയിലിൻ്റെ പേരാണ് യേശുദാസ്. ആ വലിയ സ്കെയിൽ എങ്ങനെ ഉണ്ടാവും? അത് ചിലപ്പോൾ നല്ല സ്കെയിലായിരിക്കും, ചീത്ത സ്കെയിലായിരിക്കും. പക്ഷെ നമ്മുടേതായ ഒരു സ്കെയിലുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ വളിച്ച സാമ്പാർ തന്നെ കഴിച്ചാൽ പുതിയ നല്ല സാമ്പാർ വരുമ്പോഴും നമ്മൾ ആ രുചി അനുസരിച്ചിട്ട് ഇച്ചിരി തന്നെ ഇച്ചിരി കൂടി ശരിയാനുണ്ട്, ഇച്ചിരി കൂടി വളിക്കാനുണ്ടെന്ന് അർത്ഥം. ഇച്ചിരി കൂടി വളിക്കാനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ പുതിയ ഒരു സംഭവം വരുമ്പോൾ റഹ്മാന്റെ പാട്ട് കേട്ടപ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നിയത്. കാര്യം രാജാ സാറിൻ്റെ പാട്ട് നമ്മൾ കേട്ട് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലായില്ല? ഇപ്പം ഞാൻ എഴുതുമ്പോഴും വളരെ ചിന്തിച്ചാണ് എഴുതുന്നത്. കാര്യം ഗിരീഷേട്ടൻ്റെ വാക്കുണ്ടാവുമോ, വൈദപ്ര സിനിമയിലെ വാക്കുകൾ കയറി വരുമോ? ഇതൊന്നും ആരും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതല്ല, നമ്മളിതൊക്കെ കേട്ടല്ലേ വരുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗകൻ പറഞ്ഞു ഒരു പാട്ട്, പതിരുള്ള നാഴൂരി നെല്ലുമായി എൻ്റെ അമ്മ പടികേറി എത്തുന്ന സായന്തനം. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട സത്യം രണ്ടോപ്പിനോട് പറയുകയായിരുന്നു, നിങ്ങൾ ഈ കൊണ്ടാടുന്ന എൻ്റെ പാട്ടുകളൊക്കെ പിറന്നിട്ട് 20 വർഷം കഴിഞ്ഞു. 20 വർഷത്തിന് മുമ്പേ ഉണ്ടായ പാട്ടാണ് ഈ പ്രിയതമയായാലും ഇനിയും കൊതിയോടെ ആയാലും പല പാട്ടാണെങ്കിലും. ഇപ്പം കൊണ്ടാടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. എൻ്റെ ആവുന്നത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും. മനസ്സിലായില്ല? ഈ ഒരു സ്വാതി നക്ഷത്ര നാളിൽ ഒരു മഞ്ഞുതുള്ളിയെ സ്വീകരിക്കും അത്രേ മുത്തുച്ചിപ്പി. എന്നിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ട് ആ മഞ്ഞുതുള്ളിയെ മുത്താക്കി മാറ്റും എന്നാണ് കഥ. ഒരു സാങ്കല്പിക കഥയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം ഈ മഞ്ഞുതുള്ളിയെ ഒരു മുത്താക്കി മാറ്റും. അങ്ങനെ മുത്താക്കി മാറ്റിയതിന് ശേഷം ഇതിന് ഇരിക്കപ്പെടുന്നതില്ലാതാണ്. ആർക്കാ? മുത്തുച്ചിപ്പിക്ക്. അത് ഈ ഗർഭിണിയായ പെണ്ണിന് എങ്ങനെയെങ്കിലും പ്രസവിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ മുത്തുച്ചിപ്പി ഇത് പ്രസവിക്കാൻ വേണ്ടി ഓടി നടക്കും, കഷ്ടപ്പെട്ട് നടക്കും. എന്നിട്ടത് മുകളിലേക്ക് വരും. ഭാഗ്യത്തിന് അതൊരു മുക്കും എൻ്റെ കയ്യിൽ പെടും. അങ്ങനെയാണ് ഭാഗ്യത്തിന് മുക്കുകൊണ്ട്. ചിലപ്പോൾ മുക്കുവ ശ്രദ്ധിക്കില്ല, മുക്കുവിന് എപ്പോഴും കടപ്പുറത്തിൽ നടുക്കടലൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് അത് കൊണ്ടുവരും, ആ മുത്തിനെ കൊണ്ടുവരും. എന്നിട്ട് അത് ആർക്ക് കൊടുക്കും എന്ന് സങ്കല്പിച്ച് കടാപ്പുറത്ത് അവനെ കാത്തിരിക്കുന്ന അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും. എന്നിട്ട് പറയും, എനിക്ക് കിട്ടിയതാണെന്ന് പറയും. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മുത്ത് ആദ്യം അണയുന്നത് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത ഒരു പെണ്ണാണ്. പക്ഷേ വറുതിയാകുമ്പോൾ അവൾ അത് പണയം വയ്ക്കും, അല്ലെങ്കിൽ വിറ്റ് കളയും. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ ഭാര്യ അതാണ്. അപ്പം മുത്താരുടെയാണ്?
മുത്ത് പണക്കാരൻ്റെ ഭാര്യയുടേതാണെന്ന് നിങ്ങളുടെ സങ്കല്പം. പക്ഷേ അത് മുത്ത് പണക്കാരൻ്റെ ഭാര്യയുടേതുമല്ല, പണമില്ലാത്ത ആ പാവമരയ പെൺകുടിയുടെയുമല്ല. പിന്നെയോ അത് കടാപ്പുറത്തിനും അപ്പുറം എവിടെയോ പ്രാണസങ്കടങ്ങൾ അനുസരിച്ച് ഒരു സാധാരണ മഞ്ഞുതുള്ളിയെ മുത്താക്കി മാറ്റിയ ഒരു മുത്തുച്ചിപ്പിയുടേതാണ്. പാട്ട് ആത്യന്തികമായി ഒരു ഗാനരചയിതാവിൻ്റെതാണ്. അതാണ് സത്യം. പക്ഷെ കൊണ്ടാടുന്നതോ സംഗതി പോരാ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പിന്നെ മാർക്കിടാനിരിക്കുന്നു. സംഗതി മാത്രം ഉണ്ടായ പാട്ടാവോ? ഇല്ല. ഇതിന് ഇന്ന വരികൾ, ആ വരിയുടെ ചരിത്രമുണ്ട്. ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ 4 അണയ്ക്ക് വളയും വാങ്ങി നീ വരുമ്പോൾ 4 അണ കൊണ്ട് വള മേടിക്കാവുന്ന ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ഇവർക്ക് ബോധമില്ല. അവിടെ ഒരു ഗാനരചയിതാവ് ഉണ്ടാവണം, റിയാലിറ്റി ഷോയിൽ ഒരു ഗാനരചയിതാവ് ഉണ്ടാവണമെന്ന് വാദിക്കാൻ തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ടായി ഞാൻ. കാര്യം പാട്ടെന്ന് പറയുന്നത് സംഗതി മാത്രമല്ല, ശ്രുതി മാത്രമല്ല. മനസ്സിലായില്ലേ? അതിനൊരു ചരിത്ര ബോധമുണ്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് പറഞ്ഞൊരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അകറ്റിയിരുത്തിയ ഒരു കാലം. അപ്പൊ ആ ചരിത്രബോധത്തെക്കുറിച്ച് പറയാൻ ഒരു കവി ബോധമുള്ള ഒരാൾ, ഒരു കവി തന്നെ, ഒരു ഗാനരചയിതാവ് ഈ 3 പാട്ട് കൊണ്ടാടുകയാണ്, ആഘോഷിക്കപ്പെടുകയാണ്. ഈ ആഘോഷങ്ങൾക്കപ്പുറത്ത് പാട്ടിനെ ഗൗരവപൂർവ്വം ആധികാരികമായി പറയാൻ പാട്ട് എങ്ങനെയാണ് പാട്ടായത് അത് ഇതിലുണ്ടോ? പറയാനൊരു പാട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേര് പറയാൻ പാട്ട് എന്നാണ്. മുക്കുവിന് പാട്ടുണ്ട്, വേലന് പാട്ടുണ്ട്, പുലയിന് പാട്ടുണ്ട്, നായർക്ക് പാട്ടുണ്ട്, ബ്രാഹ്മണന് പാട്ടുണ്ട്. എല്ലാവർക്കും ഓരോ പാട്ടുണ്ട്. ബ്രാഹ്മണന്റെ പാട്ട് പുലയൻ പാടില്ല, പുലയന്റെ പാട്ട് വേലൻ പാടില്ല. എല്ലാ ജാതിയിലും ഓരോ ജാതി പേരിട്ട് പാട്ടുണ്ടാക്കി നമ്മളെ വേർതിരിച്ചു വെച്ചു. എല്ലാവർക്കും ഒരു പാട്ടുണ്ടായത് നാടകത്തിൽ നിന്നാണ്. KPSCയുടെ നാടകങ്ങൾ, ചങ്ങനാശ്ശേരി ഗീതയുടെ നാടകങ്ങൾ, അല്ലേ, പീപ്പിൾസ് തിയേറ്റേഴ്സിന്റെ ഗാനങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഒരു പാട്ടായി. ഓരോ മലയാളിയും ഒരു പാട്ടായി മാറി. പാട്ടിന്റെ ഓരോ വരികളിലും അവർ അവരുടെ പ്രണയത്തെ, അവരുടെ വേവലാതികളെ, വിഹ്വലതകളെ ഒക്കെ അടക്കി വെച്ചു. സിനിമാ പാട്ടായി കഴിഞ്ഞപ്പോൾ അത് വലിയ ജനകീയമായി. പാട്ടൊരു വല്ലാത്ത ഉത്സവമായി മാറി. ദൗർഭാഗ്യവശാൽ പാട്ടിന് ചരണമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ പാട്ടിൽ ചരണമേ ഇല്ല. പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത് അനുപല്ലവിയുടെ അവസാനത്തെ വരിയിലാണ്. ഇപ്പൊ ഞങ്ങള് പാട്ട് എഴുതി കൊടുക്കുന്നത് പോലെയാണ്. ഞങ്ങളുടെ അവസാനത്തെ വരി അക്കൗണ്ട് നമ്പറാണ്. മനസ്സിലായി? ഞങ്ങള് പിന്നെ പാട്ട് എഴുതി ലാസ്റ്റ് അക്കൗണ്ട് നമ്പറും കൂടിയാണ് വാട്സപ്പിൽ ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ ആരും കാണുന്നില്ല. സൗകര്യം പിന്നെ കൂടിക്കഴിഞ്ഞപ്പോൾ വൈകാരിക ബന്ധമില്ലാതായി മാറിയതുപോലെ. അതുകൊണ്ടാണ് 150 ദിവസം ഓടിയ സിനിമയിലെ പാട്ട് നമുക്കറിയാൻ പാടില്ലാത്തത്. 150 ദിവസം ഓടി ഒരു സിനിമ. ഇതിന്റെ പേര് പോലും പറയാനൊക്കില്ല. എന്റെ സഹപ്രവർത്തകരുടെ സിനിമ ആയതുകൊണ്ട് വല്ലാത്ത ഗതികേടാണ് ഇതൊക്കെ. ഈ മാധ്യമങ്ങൾ വളർന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമാണ്. ഈയിടെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഈ സാറ് പ്രസംഗിക്കുന്നതൊക്കെ കൊള്ളാം, സാറിന്റെ പാട്ടുകളെ കുറിച്ചൊന്നും പറയരുത്, കൂടിപ്പോയിരുന്നു. എൻ്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ എൻ്റെ പാട്ടിനെ കുറിച്ച് എൻ്റെ അച്ഛൻ പറയുമോ? പിന്നെ എൻ്റെ പാട്ടിനെ കുറിച്ച് ആരാ പറയുന്നതെന്ന്? എൻ്റെ മകൻ MBBS ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ കൈയടിക്കാതെ തള്ളു തുടങ്ങി എന്ന് ഒരുത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മകൻ എവിടെയോ തേരാപ്പാരം നടക്കുന്നത് കൊണ്ടുള്ള അസൂയയാണ് എന്ന് ചിന്തിക്കാനുള്ള ബോധ്യം. അതുകൊണ്ട് എൻ്റെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ പാട്ട്, പിന്നെ ഞാൻ ആരുടെ പാട്ടിനെ കുറിച്ചാണ് പറയേണ്ടത്? ഞാനാണ് എൻ്റെ സാമവേദത്തെ എന്നതാക്കിയത്. ഇതിനു മുമ്പ് എസ് രമേശനാരുടെ പാട്ടായിരുന്നു 10 വർഷം മുമ്പ് വരെ. ഇത് ഞാൻ എൻ്റെ മൈക്കിലൂടെ ഞാൻ പറയണ്ടേ? നമ്മളെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തള്ളു തുടങ്ങി, അത് തുടങ്ങി. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. പലതും സംസാരിക്കാനാവില്ല. ഇപ്പോൾ പലതും സംസാരിക്കാനാവില്ല. 6-7 വർഷമായിട്ട് ഇന്ത്യയിലില്ലാത്തൊരു ഗായകന്റെ പേരാണ് യേശുദാസ്. മനസ്സിലായില്ലേ? 7 വർഷമായി ഗാനഗന്ധർവൻ ഇന്ത്യയിലില്ല. ഈ ഫ്ലഡിന് മുമ്പ് പോയതാണ് അമേരിക്കയിൽ. ഒരു വാക്കും ഇതുവരെ സംസാരിച്ചിട്ടില്ല കേട്ടോ 7 വർഷമായിട്ട്. ഞങ്ങൾ വാട്സപ്പിലൊക്കെ ഇടയ്ക്കൊക്കെ സംസാരിക്കാനുള്ള ഭാഗ്യമൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇതിഹാസമാണ്. 6 തലമുറ ആരാധിക്കുന്ന ഒരേ ഒരു മലയാളിയുള്ളൂ കേട്ടോ. വേറൊരു പേരും കൊണ്ട് കേൾക്കട്ടെ, എനിക്ക് കേൾക്കണം. 6 മലയാളി ഒരേപോലെ ആരാധിക്കുന്ന ഒരേ ഒരു മലയാളി. എൻ്റെ അപ്പൂപ്പൻ താമസമെന്തേ വരുവാൻ എന്ന പാട്ട് കേട്ട് ആ മനുഷ്യനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച അതേ ആവേഗമായിരുന്നു ഇളവന്നൂർ മഠത്തിലെ നക്കുയിലെ മാറിൽ കളപ്പക്കൂട്ടണിഞ്ഞുകൊണ്ടുറക്കമായോ. ഇയാളൊരു പെണ്ണായിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാമെന്നും തരം കിട്ടിയാൽ കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാമായിരുന്നുവെന്നും എത്ര പേർ ആഗ്രഹിച്ചു കാണും.
എത്ര പേർ അല്ലേ? കുറെ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ തലമുറയും കൗമാരത്തിൽ ആ ശബ്ദം കേട്ട് കോരിത്തരിച്ചു. പണി തീർന്നു യേശുദാസിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ അന്ന് കല്യാണം പോലും കഴിക്കാത്ത എനിക്കുണ്ടായ കുഞ്ഞിന് 17 വയസ്സായപ്പോൾ അവനും അതേപോലെ കോരിത്തരിപ്പിക്കാൻ വേണ്ടി പൂക്കൾ, പനിനീർ പൂക്കൾ, ഇതുപോലെ 5-6 തലമുറ ഒരേപോലെ ആരാധിച്ച ഒരുത്തനെയുള്ളൂ കേട്ടോ, ഒറ്റ മലയാളി. സാക്ഷാൽ ദൈവത്തിന് പോലും ആ ഭാഗ്യമില്ല. കാര്യം എന്താ? എൻ്റെ അപ്പൂപ്പനെ ആരാധിച്ചതുപോലെ അല്ല എൻ്റെ കുഞ്ഞ് എൻ്റെ അപ്പൂപ്പൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും കോമൺ ദൈവത്തെ ആരാധിക്കുന്നത്. ഇത് കൂടി ദൈവത്തെ കുറിച്ച് പറയരുത്, തല്ലു എന്ന് പറയുന്ന കാലം. അതുകൊണ്ടാണ് മിണ്ടാത്ത. ആ മനുഷ്യൻ 7 വർഷമായി ഒന്നും വേണ്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ യേശുദാസ് ഇന്ത്യയിലേക്ക്, താഴത്തെ കമന്റൊക്കെ കേൾക്കണം കേട്ടോ. നീ പോയി ചാകട ദ്രോഹി. യേശുദാസിന്റെ കമന്റിന്റെ താഴെയുള്ള പബ്ലിക് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ, താൻ എന്ത് ചെയ്തു? പുള്ളി റോഡിന് മെറ്റൽ കൊടുക്കലല്ല യേശുദാസിന്റെ പണി. മനസ്സിലായില്ലേ? യേശുദാസിന്റെയും MG ശ്രീകുമാറിന്റെയും MD വാസുദേവൻ നായരുടെയും പണി റോഡിന് മെറ്റൽ കൊടുക്കലല്ല. അവരിവിടെ ജീവിച്ചിരുന്നത് കൊണ്ട് അനുഭൂതിയോടെ ജീവിച്ചു പോകുന്നവരാണ് നമ്മൾ. ആ ശബ്ദം കേട്ട് പ്രണയത്തിന് ഭംഗിയുണ്ടാക്കി എടുത്തവരാണ് നമ്മൾ. MD എഴുതിയത് കൊണ്ട് ലോകം ഇത്ര ഭാസുരമാണെന്ന് ചിന്തിച്ചവരാണ് നമ്മൾ. അവരുടെ പണി അത് മാത്രമാണ്, വേറെ പണിയൊന്നുമില്ല അവർക്ക്. അവരെ നിന്ദിക്കുകയാണ് നമ്മൾ പലപ്പോഴും. തമിഴ്നാട്ടില് ഞാനൊരു ഗാനഗാതാവിനെ കണ്ടിട്ടുണ്ട്, പാ വിജയ് എന്നാണ്. ഔവറ് പൂക്കളമേ, ആ പാട്ടൊക്കെ എഴുതിയാണ്. ചിത്രചിത്ര സ്റ്റുഡിയോയിൽ അദ്ദേഹം എന്നെ കാണാൻ കാത്തു നിന്നു. എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹം വന്നപ്പോഴാണ് അദ്ദേഹം എന്നെ കാത്തു നിൽക്കുകയാണ്. ഒരു വലിയ ആഡംബര കാർ, ആ കാറിൽ 2 മാനേജർമാർ. ഒരു പാട്ടിന് 4 ലക്ഷമാണ് മേടിക്കുന്നത്. 4 ലക്ഷം ഒരു പാട്ടിന്. ഞങ്ങൾക്ക് അതിൻ്റെ 10-1 പോലും ഇവിടെ കിട്ടില്ല ഈ ജന്മത്തിൽ. 4 ലക്ഷം ഒരു പാട്ടിനാണെങ്കിൽ ഒരു 50 പാട്ട് കഴിയുമ്പോൾ അങ്ങനെ അവസ്ഥ നല്ല ചോദിക്കും. 2 മാനേജർ. എനിക്ക് മാനേജൊന്നുമില്ല, എൻ്റെ മാനാണ് ഇപ്പോഴത്തെ മാനേജർ. കാര്യം വാട്സപ്പിൽ ഈ ഫോട്ടോ ഇടാൻ വേണ്ടി എനിക്കറിയാമില്ലാത്തതുകൊണ്ടാണ്. 4 പേര്. പാ വിജയ് എന്നെ കാണുമ്പോഴത്തേക്ക് തൊട്ട് എന്നെ കണ്ടപ്പോൾ തൊട്ട് പറഞ്ഞു, ഒരിക്കൽ കണ്ണദാസൻ വയലാറിനെ കണ്ടപ്പോൾ ഇങ്ങനെ കാൽക്കൽ വീണതാണ്. ആ വാക്കൊക്കെ ഒന്ന് നമ്മൾ ഫ്രെയിം ചെയ്ത് വയ്ക്കണം മലയാളികൾ. ഒരിക്കൽ കണ്ണദാസൻ വയലാറിനെ കാണാൻ ആഗ്രഹിച്ചു. കണ്ണദാസനാണോ വയലാറാണോ ചോദിച്ചാൽ നമുക്ക് തർക്കിക്കാം. കണ്ണദാസൻ അപാരമായ കവിയാണ്. അയ്യോ, വർത്തമാനം പറഞ്ഞാൽ തന്നെ കവിത്വമുള്ളതാണ്. പക്ഷേ അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടുത്തെ കവികളുടെയും കലാകാരന്മാരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞു, എല്ലാ കവികളും വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയാകുമ്പോൾ കുളിച്ചൊരുങ്ങി നിൽക്കും. 5 മണിക്ക് എല്ലാ ഗ്രാമത്തിലും സമ്മേളനങ്ങളുണ്ട്. കവികൾ അവർക്കറിയുന്നത് പറഞ്ഞു കൊടുക്കും നാട്ടുകാർക്ക്. അന്ന് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ആരും പണിക്ക് പോകില്ല പലയിടത്തും. കാര്യം വായിക്കാൻ അക്ഷരം അറിയാൻ പാടില്ലാത്തവരും, വായിക്കാൻ ജീവിതത്തിൽ പരിമിതികളുള്ളവരും, സാഹചര്യങ്ങളില്ലാത്തവരും, എന്നും കൂലിപ്പണിക്ക് പോകാൻ തന്നെ ഗതികെട്ടവരും ആരോ എനിക്ക് വേണ്ടി വായിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് വെയിൽ കൊള്ളുകയാണ് തമിഴ്നാട്ടിൽ. എന്നിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് എനിക്കത് പറഞ്ഞു തരാൻ ഒരുത്തൻ എവിടെയോ ഉരുകുന്നുണ്ടെന്ന് ഓർത്തിട്ട് അവർ ഇട്ടുകൊടുത്ത പൈസ ഉണ്ടല്ലോ, അതുപോലെ 10 രൂപയായിരിക്കും, 15 രൂപയായിരിക്കും. കവിഞ്ചർക്ക് ഒരിക്കലും പട്ടിണിയില്ല അവിടെ. എല്ലാ വെള്ളിയാഴ്ചയും പൈസയാണ്. എന്ത് ഭംഗിയുള്ള നാടാണെന്ന് ആലോചിച്ച്. താമരൈ എന്ന എഴുത്തുകാരിയുണ്ട്, എന്നെക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. വസീകര കേട്ടിട്ടുണ്ടോ പാട്ട്? ഹാരിസ് ജയരാജിന്റെ ട്യൂണാണ്. പലവട്ടം ഹാരിസ് ജയരാജിന്റെ ട്യൂണിൽ താമര പല പല പദങ്ങൾ ഓർത്ത് കാണും അല്ലേ? അല്ലാതെ വസീകര എന്ന് ആദ്യം വന്നു കാണില്ലല്ലോ. അവസാനം എഴുതി വെച്ചു വസീകര. എന്താ വസീകര? എന്നെ വശീകരിക്കുന്നവനെ, എൻ്റെ ചക്കരക്കുട്ടാന്നൊക്കെ അർത്ഥം കേട്ടോ. എന്നെ വശീകരിക്കുന്നവനെ. ഓ, ഇതിനപ്പുറത്ത് അർത്ഥം വസീകര. അങ്ങനെ ഒരു പദം തമിഴിൽ ഇല്ലായിരുന്നു അതുവരെ. നമ്മളിവിടെ കിണ്ടാട്ടം, വയലാർ എഴുതിയതാണ് കിണ്ടാട്ടം. വയലാറിന്റെ പാട്ടിൽ കിണ്ടാട്ടം എഴുതിയപ്പോൾ കുഴപ്പമില്ല. പാവം ഗിരീഷ് എഴുതിയപ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞ് ഒച്ചയെടുത്ത പാർട്ടികളാണ് നമ്മളെ. മനസ്സിലായില്ലേ? അപ്പോൾ വസീകര എന്ന് പറഞ്ഞ പാട്ട് ഹിറ്റായതിനു ശേഷം താമരയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം വന്നതൊരു പോലീസ് വാഹനമാണ്. താമരയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കാലമായിരുന്നു ആ കാലം. ആദ്യം 2 പോലീസ് വണ്ടി വന്ന് നിന്നു. താമര പേടിച്ചു പോയി, എന്ത് പറ്റി, എന്താണ് പ്രശ്നം? കുറെ കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസ് വന്ന് നിന്നു. എൻ്റെ പൊന്നെ, ഇതിപ്പോൾ എന്ത് പ്രശ്നമാണ്? കുറെ കഴിഞ്ഞപ്പോൾ 2-3 പോലീസ് വാഹനങ്ങൾ
2-3 നക്ഷത്രങ്ങൾ കൂടുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ജാഗരൂകരായി താമരയുടെ കൊച്ചു വീട് ചുറ്റിനും നിരന്നു കഴിയും. താമരയ്ക്ക് മനസ്സിലായില്ല എന്താണ്. 10 മിനിറ്റിനകം ഒരു വലിയ വണ്ടി അവിടെ വന്നു നിന്നു. ആ വണ്ടിയിൽ നിന്നും സാക്ഷാൽ മുത്തുവേൽ കരുണാനിധി ഇറങ്ങി വന്നു. വണക്കം താമരയി എന്ന് പറഞ്ഞു. എന്തിനാ വന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഭവതി നമ്മുടെ തമിഴിനൊരു വാക്ക് സമ്മാനിച്ചിട്ട് 2.5 മാസം കഴിഞ്ഞിരിക്കുന്നു. വരാൻ താമസത്തിൽ ക്ഷമിക്കണം. ഞാൻ എത്ര പദം ഉണ്ടാക്കിയാലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും എൻ്റെ വീട്ടിൽ വരാത്ത നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഇനി എത്ര പദം ഉണ്ടാക്കിയാലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും, ഇവിടുത്തെ സാംസ്കാരിക സംഘടനകളുടെ ആൾക്കാരൊക്കെ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എൻ്റെ പേരേ കേട്ടിട്ടില്ല. ഇവനാണ് നാളെ മന്ത്രിയാകാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇവനൊക്കെ മന്ത്രിയായി കഴിഞ്ഞാൽ ഈ നാട് മുടിഞ്ഞു പോകുമെന്ന് പറയാൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. കാര്യം എന്താണ്? ഞങ്ങൾ ചെറിയ ആൾക്കാരായിരിക്കും. ഞങ്ങളുടെ ധർമ്മസങ്കടം രാഷ്ട്രീയ പ്രവർത്തകർ ഏറ്റെടുക്കണം. എങ്ങനെ ഏറ്റെടുക്കണം? മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് രാഘവപ്പറമ്പിലെ ഇരുണ്ട കോവിലകത്തിരുന്ന് ഒരു സാധാരണ പയ്യൻ എഴുതിയതിനു ശേഷമാണ് ഞങ്ങളുടെ നാട്ടിൽ ഞാനും എൻ്റെ അപ്പൂപ്പനും എൻ്റെ അച്ഛനും വോട്ട് കൊടുത്ത സാക്ഷാൽ ഗൗരിയമ്മയും കൂട്ടരും ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. ഒരു കവി ഈ നാട്ടിൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് എഴുതിയതിന് ശേഷമുണ്ടായ വല്ലാത്ത മാറ്റമുണ്ട്. അപ്പുറത്ത് തൂമ്പാപ്പണിക്കാരനായ കേശവൻ പതുക്കെ വയലാറിനോട് പറഞ്ഞു, ഞങ്ങൾ കിടന്നുറങ്ങുന്നത് ഞങ്ങളുടെയല്ലെന്ന്. ആ പാട്ട് കേട്ടപ്പോഴാണ് പിടികിട്ടിയത്. മനസ്സിലായില്ലേ? അവർക്ക് നാണം വന്നു. അവരത് അവിടുത്തെ എൽ സി സെക്രട്ടറിയോട് പറഞ്ഞു കാണാം. എൽ സി സെക്രട്ടറി ഏരിയ സെക്രട്ടറിയോട് പറഞ്ഞു കാണാം. ഞാൻ അതൊക്കെ സങ്കല്പമാണ് കേട്ടോ. അപ്പൊ ഞങ്ങളെ ഏറ്റെടുക്കാൻ ആൾക്കുണ്ട്. ഞങ്ങളുടെ സങ്കടം ഞങ്ങൾക്കൊരു യുക്തും അല്ലാതെ ചെയ്യാനൊക്കില്ല. ഞങ്ങൾക്ക് ഈ റോഡ് നന്നാക്കി തന്നെ. ചില ആൾക്കാർ വന്നിട്ട് പറയും, രാജീവ് അല്ലെങ്കിൽ സാറേ ഇപ്പൊ ഭയങ്കര പേരാണല്ലോ വീടിന്റെ ഭാഗത്തിൽ പാവങ്ങളെ, ഈ റോഡ് ശരിയാക്കണം. ഞാനിതായിരുന്നു പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കവിത എഴുതാം. ഒരു കവിത എഴുതി ഫേസ്ബുക്കിൽ ഇടാം. ആര് വായിക്കാനാണ്? പക്ഷെ ഞങ്ങളെ ഏറ്റെടുക്കണം. വയലാർ രാമവർമ്മ സാറിന്റെ പ്രസിദ്ധമായ ഒരു ഓർമ്മക്കുറിപ്പിൽ PKVയുടെ അടുക്കളയിൽ കൂടിയാണ് കയറി വന്നത്. ചേച്ചിയോട് ദോശയുണ്ടോ, 2 ദോശയുടെ കൂടുതൽ കിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അകത്ത് PKV കാണുന്നത്. ഇന്ന് അടുക്കളയിൽ കൂടെ കയറി വന്ന് ഇടിമേടിക്കും. മനസ്സിലായില്ലേ? നേതാവിന്റെ ചേട്ടനെ കാണാൻ വരുവാണ്. അടുക്കളയിൽ കൂടെ കയറി വരുമ്പോഴത്തേക്ക് ചേട്ടൻ ചോദിക്കും, എന്താ അവർ വഴിയെന്ന് ചോദിക്കും. ആത്മബന്ധം കുറഞ്ഞു പോയി. പരസ്പരം ആത്മബന്ധം കുറയുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിലുണ്ടാവും, നമ്മുടെ ഭൂമിയിലുണ്ടാവും. അല്ലെ? ഈയിടെ ഒരു കവിത വായിച്ചു, ചെരുപ്പ് എന്നാണ് കവിത. എങ്ങനെയാണ് ചെരുപ്പ്? ചില നേരങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞാൻ പുറത്ത് കിടക്കും. ചെരുപ്പ് പറയുകയാണ്, ചില നേരങ്ങളിൽ ചിലപ്പോഴൊക്കെ ഞാൻ പുറത്ത് കിടക്കും. അകത്ത് കയറുന്നവർ പുറത്തിറങ്ങുമ്പോൾ ഒരു കാര്യം പറഞ്ഞു തരണം. എന്താണെന്നറിയാമോ? ഞങ്ങളെക്കാൾ എന്ത് യോഗ്യതയാണോ നിങ്ങൾക്ക് അകത്ത് കയറാൻ? വലിയൊരു അല്ലേ? നമ്മളൊക്കെ ചെരുപ്പുകളാണെന്ന് ഓർത്തിട്ട് നമുക്ക് അകത്ത് കയറാനുള്ള യോഗ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ അമ്പലത്തിൽ ചെരുപ്പ് കയറ്റില്ല എന്ന് പറയുന്നുള്ളൂ. ചെരുപ്പ് അമ്പലത്തിൽ കയറുന്ന ചെരുപ്പിന്റെ കാര്യമല്ല കവിത. ഇതാണ് ഈ കവിത എഴുതാൻ നേരത്തുള്ള പ്രശ്നം. ഉടനെ കവിയെ ഇടിക്കും പിടിച്ച്. അർത്ഥം അറിയാൻ മേല. അർത്ഥം അറിയണം. ചിലയിടത്തൊക്കെ നമ്മളെ പുറത്ത് നിർത്തും. നീ കൊള്ളൂല്ല, അത് കൊള്ളൂല്ല, മറ്റേത് കൊള്ളൂല്ല എന്നൊക്കെ പറഞ്ഞ് പുറത്ത് നിർത്തും. ആ സമയത്തൊക്കെ അകത്ത് കയറിയിരിക്കുന്നവരെക്കാൾ യോഗ്യത നമുക്കുണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ ഈ സാംസ്കാരിക പരിസരങ്ങളിൽ പാടി ആലാപനം ആത്മാവിനോടുള്ള സംവേദനം. ഞാനൊരു ലളിതഗാനം എഴുതിയതാണ് പണ്ട് കേട്ടോ. ആലാപനം ആത്മാവിനോടുള്ള സംവേദനം, നമ്മിൽ നിന്നും നമ്മിലേക്കുള്ള ഒരു നാദ വിനിമയമാണ്. എന്നെ തന്നെ തിരിച്ചറിയുക, എന്നെ തന്നെ പാടിക്കഴിയുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാവും. ലോകത്തെ ഏറ്റവും വലിയ ആനന്ദമാണത്. ഞാൻ സംസാരിച്ച് കഴിയുമ്പോൾ നല്ലതാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകും. പക്ഷെ രാത്രി ഞാൻ പിന്നീട് ഒന്നുകൂടെ പ്രസംഗിക്കും. ഒരു നടനാണെങ്കിലോ, ഒരു നടൻ മനോഹരമായ ആ നാടകം അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങും. പക്ഷെ ആ നടൻ രാത്രി പിന്നീട് ഒന്നുകൂടി ഡയലോഗ് പറയും. മനസ്സിലായോ? എന്താ കാര്യം? ഹാങ് ഓവർ എന്ന് പറയും. ആത്മാർത്ഥതയുള്ള എല്ലാവരും നല്ല ഫോട്ടോ എടുക്കാൻ നേരത്തെ ആ ഫോട്ടോ നിങ്ങൾ ആദ്യം കാണും. കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും, ഓ എൻ്റെ ഫ്രെയിം. അവസരങ്ങളുടെ കലയാണ് ഫോട്ടോഗ്രാഫി. ജീവിതം ഇങ്ങനെ ആസ്വദിക്കാൻ, അപൂർവമായ ഈ ചെറിയ ജീവിതത്തെ വളരെ ഭംഗിയായി കൊണ്ടാടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമാണ് ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത്. പല ജാതിക്കാരൊക്കെയാണ്. ജാതിയൊന്നും ആയില്ലെന്നൊന്നും പറയാനൊക്കില്ല. അച്ഛനും അമ്മയെയും തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് ആയിപ്പോയതാണിത്. അത്രേ ഉള്ളൂ. പച്ച മലയാളം. മനസ്സിലായില്ലേ? അല്ലാതെ ഞങ്ങൾക്ക് ജാതിയൊന്നുമില്ല. പിന്നെ ഇത് കാര്യമായി പോയി. കല്യാണമാകുമ്പോൾ ഞങ്ങൾക്ക് ജാതി ഉണ്ടാവും. എന്റെ സംശയമല്ലോ ഉണ്ടോ?
പ്രണയിക്കാതെ ഇവിടെ പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും കിട്ടും, അല്ലെങ്കിൽ നായരുടെ കൊട്ടയിലേ വീഴും. രണ്ട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട 2 പേർ തമ്മിൽ പ്രണയിക്കാതെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു. 2 വീട്ടുകാർ തമ്മിൽ ആലോചിച്ചാൽ പോലും സമുദായ സംഘടന പറയും അത് ശരിയായില്ല കേട്ടോ, നമ്മുടെ ഏത് ബുക്കിൽ എഴുതും, ഇത് ഏത് ബുക്കിലാണ് എഴുതുന്നത്. ജാതിയൊക്കെ ഉണ്ട്. ജാതി എൻ്റെ അച്ഛനെ എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയതുകൊണ്ട് അകപ്പെട്ടു പോയ ഒരു മതിലാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. അപകർഷതാബോധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അഹങ്കാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ 2 പേരും കേൾക്കേണ്ടതാണ്. എൻ്റെ അച്ഛനെയും അമ്മയെയും എനിക്ക് സെലക്ട് ചെയ്യാനുള്ള ഭാഗ്യമില്ല. അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു 18 വയസ്സിലൊക്കെ ഞാൻ അംബാനിയുടെ മകനായിട്ട് അവിടെ പോയി ക്യൂ നിൽക്കും. അപ്പൊ അച്ഛൻ ചോദിക്കും എവിടെ പോണാ? ഞാൻ അച്ഛനെ ഉപേക്ഷിച്ചു, എൻ്റെ ദൈവം ഒരു ഭയങ്കര ശല്യം അല്ലേ. അംബാനിയുടെ വീട്ടിൽ ക്യൂ. അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യമില്ല. ഇലകൾ കൂട്ടിമുട്ടുമെന്നോർത്ത് അകറ്റി നട്ട മരങ്ങളാണ് നമ്മൾ. ഇലകൾ കൂട്ടിമുട്ടുമെന്നോർത്ത് അകറ്റി നട്ട മരങ്ങളാണ് നമ്മൾ. അബ്ദുള്ളയുടെ വീട്ടിലൊരു നല്ല മരം, അത് പൈൻ മരം. തോമസിന്റെ വീട്ടിൽ ഇലഞ്ഞി. രാമൻ നമ്പൂരിയുടെ വീട്ടിൽ മറ്റൊരു നല്ല മരം. ശങ്കരൻകുട്ടി നായരുടെ വീട്ടിൽ വേറൊരു മരം. പല മരങ്ങളാണ് നമ്മൾ. ഇലകൾ കൂട്ടിമുട്ടുമെന്നോർത്ത് അകറ്റി നട്ട മരങ്ങളാണ് നമ്മൾ. വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് ആർക്കും തടയാനാവില്ല കേട്ടോ. വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത് ആർക്കും തടയാനാവില്ല. താഴെ ഞാനും നീയും ഒക്കെ കെട്ടിപ്പിടിച്ച് ഒരു യാത്ര നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജലബിന്ദു വഴി വേരുകൾ താഴെ, മുകളിൽ പോയി സ്വപ്നം കാണരുത്, താഴേക്ക് നോക്കി രാത്രി സ്വപ്നം കാണണം. എല്ലാ വേരുകളും തമ്മിലും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ജലബിന്ദു തേടുന്ന നേരത്ത് വേരുകൾ നിൽക്കാറുണ്ട്. എന്നിട്ട് പറയോ അയ്യോ ഈ വെള്ളം കുടിക്കരുത്, SNDP നമ്പർ 132 വെള്ളമാണ്, ഇത് നമുക്കുള്ളതല്ല. പിന്നെയോ നമ്മുടെ വെള്ളം മറ്റേ NSന്റെ വെള്ളമാണ്, ഇങ്ങോട്ട് പോകാം, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വേര് പോകുമോ? വേരുകൾക്കുള്ള നിഷ്കളങ്ങൾ പോലും അല്പന്മാരാണ് നമ്മൾ ഇനിയൊന്നും മാറില്ല, ഇപ്പോഴൊന്നും മാറില്ല. ഞാൻ ഫ്ലഡ് വന്നാൽ മാറിയോ? കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ജമ്പിൽ വന്നവരും പിന്നെ കുട്ടളത്ത് വന്നവരൊക്കെ 2 രീതിയിലായിപ്പോയി. നമുക്കൊന്ന് അഹങ്കാരത്തിന്റെ പാരമ്യതയിലാണ് നമ്മളിൽ പലരും. അതാണ് മോഹം ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം നിമിത്തം ബന്ധുക്കൾ നിരൂപിക്കും എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. ദേഹം നിമിത്തം, എൻ്റെ ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം നിമിത്തം ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം, ഞാൻ ബ്രാഹ്മണനാണ് നരേന്ദ്രനാണ്. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലും ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോകിലും നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അപ്പൊ പരസ്പരം സ്നേഹിക്കാനുള്ള ബോധം ഉണ്ടാവട്ടെ. കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അത് ശൈശവം തന്നെയാണ്. മനസ്സിലായി? മുമ്പിലിരിക്കുന്ന കുട്ടികളും ഇല്ല, 30 വയസ്സിന് താഴെയുള്ള ആരും ഇല്ല ഇവിടെ. കാര്യം അവർക്കൊന്നും ഇത് കേൾക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. മുമ്പിലിരിക്കുന്നത് ഞാൻ തപ്പി നോക്കിക്കൊണ്ടിരിക്കുക. 30 വയസ്സിന് താഴെ ആകപ്പാടെ മഹാവാൻ കുഞ്ഞുങ്ങളുണ്ട്, അമ്മയുടെ കൂടെ വന്നുകൊണ്ടവിടെ ഇരിക്കുകയാണ്. ഇവരൊക്കെ ഇത് കേൾക്കേണ്ട കാര്യം പോലും ഒരു നാട്ടിലുമില്ല. ഒരു നാട്ടിലും. ഞാൻ എൻ്റെ മോനെ കൊച്ചിലെ തന്നെ 5 വയസ്സിലേ ഇങ്ങനെ കൊണ്ടു നടക്കും. പ്രിയപ്പെട്ടവരെ, മമ്മൂട്ടിയെ കണ്ടാൽ തോന്നുന്നതിനേക്കാൾ കോരിത്തെരിപ്പ് അവന് സാനു മാസ്റ്ററെ കാണുമ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കണം. വാക്കുകൾ കേട്ട് രൂപപ്പെടാനുള്ള സാംസ്കാരിക ബോധത്തിലേക്ക് എത്തിക്കണം. എന്തായാലും ഞാൻ പറഞ്ഞു, ആർക്കും ഒന്നും കേൾക്കണ്ടേ? അവര് വേറെ എന്തെങ്കിലും വന്നു. ഈ ആനയ്ക്ക് ഉത്സവത്തിന് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് എന്ത് ഉത്സവം? ആനയ്ക്ക് തെറ്റിപ്പെട്ട മുകളിൽ എന്താണ് ആനയ്ക്ക് ഉത്സവത്തിന് ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ പോലെ. അപ്പോ കുറെ ഈ ഒരു 15 വയസ്സുള്ള താഴെയുള്ള കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ ജൂലൈ ഹോമിലേക്ക് അയക്കും. മനസ്സിലായില്ലേ? അവനെ നമ്മൾ പോലീസും വലിയതായിട്ട് തല്ലൊന്നുമില്ല. പക്ഷെ ആ 15 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ എല്ലാ തരത്തിലുമുള്ള ചപലതയും ദേഷ്യവും കുറുമ്പും ഒക്കെ ഒരു 80 വയസ്സുകാരന് ശേഷം ഉണ്ടാകും. അവന് ശാഠ്യം പിടിക്കും അല്ലേ? അവന് വല്ലാത്ത നിരാശയും ഉണ്ടാകും. കാര്യം അറിയാമോ? കൊച്ചിനെ നമ്മൾ ചക്കര കിട്ടാം. കാര്യം അറിയാമോ? ഇവൻ വലുതായിട്ടുള്ള എന്നെ നോക്കാൻ. അതുകൊണ്ട് ബാങ്കിലെ പൈസയല്ലേ, അതുകൊണ്ട് ചക്കര മോനെ മോളെ ഉമ്മ. എന്താ കാര്യം അറിയോ? നമ്മൾ വയസ്സാകുമ്പോൾ ഇവര് നോക്കണം. മറ്റേ 80 വയസ്സ് കഴിഞ്ഞവന്റെ കുഴപ്പം എന്താ? ഇനി ഇവനെ ഞാൻ നോക്കൂല, എന്നെ നോക്കിയതല്ലേ നീ. അതാണ് വൃദ്ധസദനം ഉണ്ടായത്. വൃദ്ധസദനം ഉണ്ടാകാൻ കാര്യം എന്താണ്? തന്നെ ഞാൻ നോക്കി, പിന്നെ താനെന്നെ നോക്കിയതല്ലേ, എനിക്ക് തന്നെ നോക്കാൻ മനസ്സിലാക്കും. ഇതിന്റെ പേരാണ് വൃദ്ധസദനം. ബാല്യാസദനങ്ങൾ കുറയാൻ കാര്യം ഇവനൊന്ന് വളർത്തിയെടുത്ത ഇവനെന്നെ നോക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ വളർത്തിക്കൊണ്ടിരിക്കുക. ഈ ഒരു കച്ചവട മനോഭാവം പ്രായമായവരെ ബഹുമാനിക്കുക.
എത്ര അറിവുണ്ടായാലും അനുഭവങ്ങൾക്ക് അടുത്തെത്തില്ല. അവരെന്തെങ്കിലും വഴക്കിട്ടാലും ചിലപ്പോഴൊക്കെ മിണ്ടാതിരിക്കാനുള്ള പക്വതയുണ്ടാവുക. ഇതൊക്കെ സാംസ്കാരിക ബോധമാണ്. ചിലപ്പോൾ വഴക്കിടും. പ്രായമായവരുടെ വഴക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരാം. പക്ഷെ അനുഭവങ്ങളുടെ ചൂട് കൊണ്ട് അവർ പറഞ്ഞു പോകുന്ന എന്തെങ്കിലും ഒരു വാക്കിൽ ആർദ്രതയില്ലെങ്കിൽ ആ ആർദ്രതയില്ലായ്മയും ഒരു കലയാണ്. അതിൻ്റെ കലയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു എല്ലാത്ത സമ്മേളനമാണ്. ആർദ്രതയുണ്ടാവട്ടെ എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ സന്ദേശം. ആർദ്രത എന്ന് പറഞ്ഞാൽ എനിക്കൊരിടമുള്ളതുപോലെ നിനക്കും ഒരിടമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരുന്നതിൻ്റെ പേരാണ് ആർദ്രത. വയലാരാമമ്മയുടെ പ്രസിദ്ധമായ കവിതയുണ്ട്. ഈ വിശ്വപ്രകൃതിയിലെങ്ങാനും ഒരു മുല്ലപ്പൂ വിതൽ വിരിഞ്ഞാൽ, കാട്ടിലെ കതിർ കാണാ കിളി ചിലച്ചാൽ, മുളങ്കൂട്ടിലെ തത്തമ്മയ്ക്ക് നൊമ്പരം വിതുമ്പിയാൽ അത് എന്നിലും വന്നലയ്ക്കും, പിന്നെ മറ്റൊന്നായി രൂപം കൊള്ളും. ഈ വിശ്വപ്രകൃതിയിൽ പനയോടല്ല, പിന്നെ ഈ വിശ്വപ്രകൃതിയിലെങ്ങാനും ഒരു മുല്ലപ്പൂ വിതൽ വിരിഞ്ഞാൽ അത് എന്നിലും വന്നലയ്ക്കും, പിന്നെ മുളങ്കൂട്ടിലെ തത്തമ്മയ്ക്ക് നൊമ്പരം വിതുമ്പിയാൽ അത് എൻ്റെ സങ്കടമാവും. അതുകൊണ്ട് അടുത്തിരിക്കുന്നയാൾ ചിരിച്ചുകൊണ്ട് നമ്മളെ കളിപ്പിക്കുകയാണ്. അവൻ ഇന്നലെ കരഞ്ഞതാണ്, അവൻ ഇന്നലെ നന്നായി കരഞ്ഞുറങ്ങിയതാണ്. അവനെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാവാനാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. മനസ്സിലായി? വീണു പോകുന്നവനെ ചേർത്ത് പിടിക്കലാണ് സംസ്കാരം. അതുകൊണ്ട് ഈ പനങ്ങാട് എത്ര വാർഡുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. 19 വാർഡുണ്ട്. പ്രിയപ്പെട്ടവരെ, 1-ാം വാർഡിൽ നിന്നും 19-ാം വാർഡിലേക്ക് ഒരാൾ താമസം മാറി വന്നാൽ പോലും അന്യനാണെന്ന് മറന്നുപോകരുത്. 1-ാം വാർഡിൽ നിന്നും 19-ാം വാർഡിൽ വന്നൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ എന്ത് പറയും നിങ്ങൾ? 1-ാം വാർഡിൽ നിന്ന് ഏതാണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്ന പോലെയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നാട് നമ്മുടേതാണ്, നമ്മുടെ വീട് നമ്മുടേതാണ്, നമ്മുടേത് മാത്രമായ അവകാശ പ്രഖ്യാപനങ്ങളുടെ നാടാണ്. നമുക്കിവിടെ ജീവിച്ച് പരസ്പരം സ്നേഹിച്ച് പരസ്പരം ആർദ്രതയോടെ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ. കാഴ്ച ബംഗ്ലാവിന് അടുത്ത് തത്തയുടെ കൂടുണ്ടായിരുന്നു. ആഹാരം കൊടുക്കുന്നതിനിടയ്ക്ക് തത്തയുടെ കൂടടയ്ക്കാൻ മറന്നുപോയി. തത്തയുടെ കൂടടയ്ക്കാൻ മറന്നുപോയി എന്ന് തത്തയ്ക്കറിയാം. പക്ഷെ അടുത്ത മൂങ്ങ പറയുകയാണ്, 3-4 മണിക്കൂറായി നിന്റെ കൂട് തുറന്ന് കിടക്കുകയാണ്, എങ്ങോട്ടെങ്കിലും ഓടിപ്പിക്കുള്ളൂ, നിനക്ക് സ്വപ്നമില്ലേ ആകാശം? അപ്പൊ തത്ത പറയുന്നു, 3-4 മണിക്കൂർ എൻ്റെ കൂട് തുറന്ന് കിടക്കുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്, പക്ഷെ എനിക്ക് ചിറകുള്ള കാര്യം ഞാൻ മറന്നുപോയി. ചിറക് മറന്നുപോയവർ പാടുക എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ സന്ദേശം. പാടിക്കഴിയുമ്പോൾ ഞാനൊരു പെണ്ണാണെന്ന് വിചാരമുണ്ടാവരുത്. 1000 ചിറകോടെ ഞാൻ ആകാശത്തൂടെ പറന്നു നടക്കുകയാണെന്ന് സങ്കല്പിക്കണം. 1000 പേരെന്നെ പ്രണയിക്കാനുണ്ടെന്ന് വിചാരമുണ്ടാവണം. അപാരമായൊരു സാധ്യതയാണത്. ആ സാധ്യതയിലേക്ക് എത്താൻ നിങ്ങൾക്ക് എല്ലാ സൗമനസ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കാലാകാലങ്ങളായി ശത്രുവിനെ എതിരിടാൻ ഉപയോഗിച്ച ഒരു ആയുധത്തിൻ്റെ പേരാണ് വില്ല്. ആ വില്ലുള്ളത് കൊണ്ടാണ് അമ്പ് ആൾക്കാരുടെ മേത്ത് തറച്ചു കയറിയത്. ആ വില്ല് ഉപയോഗിച്ച് പാട്ടുണ്ടാക്കിയവരാണ് നമ്മൾ. ലോകത്ത് ഒരിടത്തും തോക്കടിച്ചാൻ പാട്ടില്ല, വില്ലടിച്ചാൻ പാട്ട് മാത്രമേ ഉള്ളൂ. നാട്ടിൽ വില്ലടിച്ചാൻ പാട്ടുണ്ടാക്കിയവരുടെ നാടാണ്. കാലാകാലങ്ങളായി ശത്രുവിനെ എതിരിടാൻ ഉപയോഗിച്ച ഒരു പരമ്പരാഗത ആയുധം ഉപയോഗിച്ച് പാട്ടുണ്ടാക്കി കളിച്ച ഒരു സാംസ്കാരിക ബോധമുള്ളവർ നമ്മൾ പല ജാതിക്കാരായി പോയവരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുണ്ട്, എനിക്ക് എൻ്റെ വീടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മതമുണ്ട്, എൻ്റെ മതമുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടേതാണ്, എൻ്റെ രാഷ്ട്രീയം. പക്ഷെ പൊതുബോധത്തിൽ നമ്മളെല്ലാം ഒന്നാണ്, മനുഷ്യനാണ്. നമുക്കൊരു ഒറ്റ ഒരുമയുണ്ട്, മാനവികമായ ഒരു സ്നേഹമുണ്ട്. ഈ സ്നേഹത്തിലേക്ക് എല്ലാവർക്കും എത്താനുള്ള സാധ്യതയും എല്ലാ തരത്തിലുമുള്ള സൗമനസ്യവും എല്ലാ കാലത്തും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് സംസ്ഥാന സ്കൂൾ യൂത്ത് ഹോസ്റ്റലിൽ ലളിതഗാനത്തിനും കവിതാരചനയ്ക്കും ഒക്കെ മാർക്കിടാനുള്ള അവസരം കിട്ടിയ ഒരാളെന്ന രീതിയിൽ അടുത്തിരിക്കുന്ന വലിയ ജഡ്ജിമാർ പറയും, ഇയാളുടെ പാട്ട് ശരിയല്ല, മാർക്ക് കുറയ്ക്കണം എന്ന് പറയും. അപ്പം ഞാൻ ഇവരുടെ പറച്ചിൽ കേട്ട് നേരത്തെ തന്നെ 100-ൽ 99 ആദ്യമേ ഇട്ട് വയ്ക്കാറുണ്ട്. പാടി തുടങ്ങുന്നതിന് മുമ്പേ 100-ൽ 99 ഇട്ട് കൊടുക്കും. കാര്യം, ഒരു ജില്ലയിൽ നിന്ന് ഒരാൾ സംസ്ഥാനത്തേക്ക് വരികയാണ്, അവൻ തോറ്റ് ആ ജില്ലയിലേക്ക് പോകരുത് എന്നുള്ളത്. ഒരു പഞ്ചായത്തിൽ ഒരു പൊട്ടലേ ഉണ്ടാവുള്ളൂ ഒരു കലാകാരൻ, കേട്ടോ. ബാക്കിയെല്ലാം ഡോക്ടർ, എഞ്ചിനീയർ. അപ്പൊ അവൻ മത്സരിക്കാൻ വന്നിരിക്കുകയാണ്. അവന്റെ സൗണ്ട് ശരിയല്ലെന്നാണ് അടുത്തിരിക്കുന്ന 2 പേർ പറയുന്നത്. സൗണ്ട് മാറുന്ന സമയമാണെന്ന് പോലും അവർക്കറിയാൻ പാടില്ല. 17 വയസ്സിൽ ഈ സൗണ്ട് മാറുന്ന കുട്ടികളാണ് നമ്മുടെ. അവന്റെ സൗണ്ട് ശരിയില്ല, ചിത്രയെപ്പോലെ ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് ചില ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ.
ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ സമ്മേളനം. അവർ ഹരിമുരളീരവേ പാടും. അവരുടെ സെലക്ഷൻ പാട്ട് തന്നെ ഹരിമുരളീരവാണ്. എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും പാവം. അപ്പം തന്നെ ഫുൾ മാർക്കാണ്. കാര്യം എന്താ? ആരെയും അതാണ് ഗവൺമെന്റിന്റെ ഒരു പോളിസി. അതാണ് എന്തെങ്കിലും കാരണത്താൽ മറന്നുപോയാൽ പോലും ഫുൾ മാർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാ കലാകാരന്മാരെയും ആദരിക്കലാണ്. കാര്യം എന്താ? ഒരു പഞ്ചായത്തിൽ ഒരു കലാകാരനായി ജീവിക്കണമെന്നും പാടണമെന്നും ആടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപക്ഷെ 5-6 പേരെ ഉണ്ടാവും. ബാക്കി എല്ലാവരും ജീവിതത്തിൽ വിജയം ഉണ്ടാവാൻ നല്ല കോഴ്സ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. അതിനിടയ്ക്ക് ജീവിതത്തിന്റെ ആർദ്രതയിലേക്ക് എത്താനുള്ള എല്ലാ ബോധത്തിലേക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവരും സ്നേഹത്തോടെ ഇരിക്കുക, അടുത്തിരിക്കുക. മനസ്സിലുള്ള ഈ കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയില്ല. അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകംപൊരുൾ തമ്മിൽ പകർന്നിരുന്നിടാം. അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമില്ല, അറിഞ്ഞുകൊള്ളുക.